ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel fasting, a prayer for the world. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യൂദായുടെ സിംഹമേ ആരാധന, ദാവീദിൻ സൂനുവേ ആരാധന, യുഗങ്ങൾ തൻ രാജാവേ ആരാധന, ഓസ്തിരൂപനേശുവേ ആരാധന. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ യേശുവേ, യുഗങ്ങളുടെ നേതാവും യുഗങ്ങളുടെ പ്രത്യാശയുമായ മിശിഹായെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ്റെ കാരണമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് സർവസൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓ ദിവ്യകാരുണ്യ യേശുവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെയും ലോകം മുഴുവനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ നീ തന്നെ പരിഹരിക്കണമേ.
അന്ന് നീ ജെറുസലേമിലേക്ക് പോകുന്നതിനിടയിൽ കുരിശുമരണത്തിൻ്റെ ഏറ്റവും അടുത്ത സമയത്ത് നിനക്ക് ഏറ്റവും അടുപ്പമുള്ള ലാസറിൻ്റെയും സഹോദരിമാരുടെയും ഭവനത്തിലേക്ക് നീ ചെന്നു. അവരോടി വന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഓ ഈശോ, നിന്റെ ആത്മമിത്രം, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാസർ രോഗിയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു, എന്നിട്ടും അങ്ങ് വന്നില്ല. ഇന്നവൻ മരിച്ചിട്ട് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അണഞ്ഞുപോയി. ഈശോ ചോദിച്ചു, അവനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? കുഴിമാടം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശോ യാത്ര ചെയ്യുമ്പോൾ സഹോദരിമാർ ആവർത്തിച്ചു പറഞ്ഞു, ഓ ഈശോ, ഇനി പ്രതീക്ഷയില്ല. അടക്കം ചെയ്തിട്ട് ഇത് 3 ദിവസം പിന്നിടുകയാണ്. ഇതാ ആ ജീർണിച്ച ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഓ ഈശോയെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഞങ്ങൾക്ക് തുറന്നു തരേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ വിശ്വസിച്ചാൽ മടങ്ങി വരുമോ? മോശപ്പെട്ട ബന്ധത്തിൽ കുടുങ്ങിയ മകൾ വിശ്വസിച്ചാൽ നല്ല ബന്ധങ്ങളിലേക്ക് മടങ്ങി വരുമോ? രോഗം ബാധിച്ച് കിടപ്പറയിൽ വർഷങ്ങളായി കിടക്കുന്ന വ്യക്തിക്ക് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുമോ? ഭയപ്പെട്ട് സ്വകാര്യമായ മുറിയിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വിശ്വസിച്ചാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ലോകം കീഴ്മേൽ മറിയുന്ന കാലത്ത് വിശ്വസിച്ചാൽ എന്താണ് സംഭവിക്കുക? ഓ ഈശോയെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് വിശ്വസിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ കുറുകിയ ജീവിതങ്ങൾ നമുക്ക് നീട്ടിപ്പിടിക്കാം. സ്നേഹത്തോടെ നമുക്ക് അവന് കൊടുക്കാം. കർത്താവിൻ്റെ കരുണ നമ്മളെ ആലിംഗനം ചെയ്യുമ്പോൾ ഇതാ വിശ്വാസത്തിൻ്റെ വൻ ചെയ്തികൾ നമ്മിൽ സാധ്യമാകും. പൂർവ്വ ഇസ്രായേൽ വിശ്വസിച്ചപ്പോഴാണ് സകലതും സാധ്യമായത്. പുതിയ ഇസ്രായേലായ നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, ജീവനുള്ള കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എല്ലാത്തിനും മാറ്റമുണ്ടാകുന്നു. ഈശോയെ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണമേ. പ്രതീക്ഷയോടെ അങ്ങയെ നോക്കി പാർക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. പ്രതീക്ഷാ നിർഭരമായ വിശ്വാസം നീ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അണഞ്ഞുപോയ തിരികൾക്ക് ഒരിക്കൽ കൂടി നീ എണ്ണ പകരുക കർത്താവേ. വിശ്വാസത്തോടെ അങ്ങയെ നോക്കിക്കാണാൻ ഞങ്ങളെ അനുവദിക്കണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദികൾ അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. വേദസാക്ഷികളുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ദീർഘദർശികളുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. സഭയിലെ വിശുദ്ധരായ മക്കളുടെ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഓ ഈശോയെ, വിശ്വാസത്തിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്ന
അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഓ ഈശോയെ, ശ്വാസം മുട്ടുന്ന ഈ കാലത്ത്, മനസ്സ് നൊമ്പരപ്പെടുന്ന ഈ കാലത്ത്, മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്ന ഈ കാലത്ത്, പ്രത്യാശ മങ്ങിപ്പോകുന്ന ഈ കാലത്ത്, വല്ലാതെ ഭയചകിതരായി മനുഷ്യർ കഴിയുന്ന ഈ കാലത്ത്, ഓ ഈശോയെ, ആദിമ പിതാക്കന്മാരെ പോലുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ പൗലോസും സീലാസും ജയിലറയിൽ കഴിഞ്ഞുകൊണ്ട് ദൈവനാമം വിളിച്ച് ആരാധിച്ചത്. വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ പത്രോസ് പ്രതീക്ഷയുടെ യാതൊരു നാമവുമില്ലാതിരുന്നിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചത്. കർത്താവേ, പ്രത്യാശയോടെ വിശ്വസിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും ഹെബ്രായർ 11:1 പറയുന്ന അഭിഷേകം, വചനത്തിന്റെ ശക്തി കർത്താവെ വിശ്വാസികളായി ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ദാനിയേൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് അവൻ്റെ ദേശത്ത് സാധ്യമാക്കാൻ ദൈവം അനുവദിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതെ, ദൈവം ജെറീക്കോ കോട്ടകൾ തകർക്കുന്നു, മതിലുകൾ തകർക്കുന്നു, പിശാചിൻ്റെ എല്ലാ ചെയ്തികളെയും ഉന്മൂലനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഗ്ലോറിയസ് ആയ സാന്നിധ്യം മടങ്ങി വരുന്നു. വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ സ്നേഹിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. പ്രത്യാശയിൽ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. വിശ്വസിക്കുന്നു ഞങ്ങൾ, അങ്ങിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ, അങ്ങിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ. വിശ്വസിക്കുന്നു ഞങ്ങൾ, അങ്ങിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2-3 തിരുവചനങ്ങളും 13-14 തിരുവചനങ്ങളും. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിനെന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, 21 ദിവസം ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവ കരുണയുടെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇന്ന് 17-ാം ദിവസം. പ്രവാചകനായ ദാനിയേൽ 17 ദിവസമായിട്ടും മറുപടി കിട്ടാതിരുന്നപ്പോൾ വിഷമിച്ചിട്ടുണ്ടാകുമോ? എഴുതി വച്ച് ആരംഭിച്ച പ്രാർത്ഥനകൾക്ക് അവൻ്റെ മടിത്തട്ടിൽ, അവൻ്റെ കൺമുമ്പിൽ മറുപടി ലഭിക്കാതിരുന്നപ്പോൾ അവൻ വേദനിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായും അവൻ വേദനിച്ചിട്ടുണ്ടാകും. എന്നാൽ അവൻ വിശ്വസിച്ചു, അവൻ പ്രത്യാശയോടെ വിശ്വസിച്ചു. പഴയ നിയമത്തിൽ സമാനമായൊരു ഭാഗമുണ്ട്. ജസ്സയുടെ 8 മക്കളിൽ 7 പേരും ആയുധബലവും കായിക ബലവും ഉള്ളവരാണ്. അന്ന് ഏലാ താഴ്വരയുടെ സമീപത്ത്
ഫിലിസ്ത്യരെയും ഫിലിസ്ത്യരുടെ നേതാവായ ഗോലിയാത്തിനെയും തകർക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദാവീദ് അവിടേക്ക് ചെല്ലുന്നത്. ദാവീദിന് ആയുധബലമില്ല, കായിക ബലമില്ല, എന്നാൽ ദൈവത്തിനോടുള്ള അപാരമായ വിശ്വസ്തതയും ദൈവത്തിലുള്ള വലിയ വിശ്വാസവും അവനുണ്ട്. അവൻ്റെ വിശ്വാസം പ്രത്യാശാനിർഭരമായ വിശ്വാസമാണ്. അവൻ പറഞ്ഞു, എനിക്ക് ആയുധങ്ങളില്ല, എനിക്ക് കായികമായ പരിശീലനമില്ല, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഈ യുദ്ധം കർത്താവിൻ്റെതാണ് എങ്കിൽ കർത്താവ് വിജയിപ്പിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഈ ആത്മീയ യാത്ര, ഈ ആത്മീയ യുദ്ധം കർത്താവിൻ്റെതാണ് എങ്കിൽ കർത്താവ് വിജയിപ്പിക്കും. അവൻ്റെ കരുണയുടെ വലിയ ശക്തി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. യു മസ്റ്റ് പ്രേ വിത്ത് എക്സ്പെക്ടേഷൻസ് എന്ന് പറയും. പ്രതീക്ഷാനിർഭരമായ വിശ്വാസം ഉണ്ടാകണം. 7 പേർക്കും വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ദാവീദിന് മാത്രമേ പ്രത്യാശപരമായ വിശ്വാസമുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ 21ാമത്തെ ദിവസം വരികയാണ്. Our 21st day is coming. We are close to the 21st day. ദൈവമക്കൾ ഒരുമിച്ച് പഞ്ചഭൂഖണ്ഡങ്ങളിലായിരുന്ന് ഒരുമിച്ച് പല ഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം, നമ്മുടെ രക്ഷകനായ ഈശോ നമ്മുടെ മേൽ കടന്നു വരാതിരിക്കുമോ? തീർച്ചയായും അവൻ കടന്നു വരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, ഒരു വസ്തു നമ്മൾ ഓർഡർ ചെയ്താൽ ആമസോണിലോ മറ്റേതെങ്കിലും കൊറിയർ സർവീസുകളിൽ ഓർഡർ ചെയ്താൽ നമുക്കൊരു കൺഫർമേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ ഉപയോഗിച്ചാണ് അത് നമ്മുടെ വീടിൻ്റെ അടുത്തെത്താറായോ, അത് ഷിപ്പ് ചെയ്തോ, അല്ലെങ്കിൽ അത് വേറെ വല്ലയിടത്തും ഡെലിവറി ചെയ്തോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. ഇതാ, നാം 1-ാം തീയതി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ തന്നെ സ്വർഗം മറുപടി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അയക്കപ്പെട്ട കൺഫർമേഷൻ നമ്പർ വെച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ മറുപടി ട്രാൻസിറ്റിലാണ്. അത് ഓൾറെഡി ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ദൂതന്മാരെ സ്വർഗം പറഞ്ഞു വിട്ടിട്ടുണ്ട്. പ്രതീക്ഷാനിർഭരമായി പ്രാർത്ഥിക്കാം. കാരണം we are close to the 21st day. Our 21st day is coming. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവർക്ക് ദൈവമഹത്വം കാണാനായിട്ട് കഴിയും. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓ ദിവ്യകാരുണ്യ യേശുവേ, മഹത്വത്തിൻ്റെ കർത്താവേ, ദുഷ്ടപിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവനെ, ദൈവമക്കൾ ആർപ്പ് വിളിക്കുമ്പോൾ ജെറീക്കോ പോലുള്ള കോട്ടകളെ തകർക്കാൻ തക്ക വിധത്തിൽ ഉന്നതമായ ശക്തിയുള്ള ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്നിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരാശിയോട് കരുണ കാണിക്കണമേ. ദൈവമക്കളുടെ വിലാപവും ദൈവമക്കളുടെ കണ്ണുനീരും ഓ ദൈവമേ നീ കാണണമേ, നീ മറുപടി നൽകണമേ. നിന്റെ കരബലം ഭൂമിയിൽ നീ പ്രയോഗിക്കണമേ. ഈ പ്രപഞ്ചം നിന്റെ പാദപീഠമാണ് എന്ന് നീ ഓർക്കണമേ. പഞ്ചഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ദൈവമക്കൾ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകാരാകുമ്പോൾ ഓ ദൈവമേ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിന്റെ സ്വർഗീയ ദൂതരെ സമാധാനമായി, സൗഖ്യമായി, വിടുതലായി നീ പറഞ്ഞു വിടുക. ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു ഈശോ. സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ
സ്നേഹത്തോടെ നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നവർ, നിങ്ങളുടെ മുമ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ദിവ്യകാരുണ്യ യേശുവിലേക്ക് മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ, എൻ്റെ ദേശനിവാസികളുടെ മേൽ, മാനവരാശിയുടെ മേൽ കരുണ വർഷിക്കണമേ എന്ന് ചങ്കുലയ്ക്കുന്ന വേദനയോടെ ദാനിയേൽ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കുക. കർത്താവേ, കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ഈ ദിവസം സഭയുടെ ഔദ്യോഗികമായ ഈ ഡെലിവറൻസ് പ്രാർത്ഥന ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും നാം ചെല്ലുന്നത്. ഏതാനും ഭാഗങ്ങൾ മലയാളത്തിലും പ്രാർത്ഥിക്കുന്നതാണ്. സ്നേഹത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുമടക്കി വിശുദ്ധ കുരിശിനെ ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ ജപമാലയെ ചേർത്ത് വെച്ച് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമല്ലോ. In the name of Jesus Christ, our Lord and God, with confidence in the intercession of the Virgin Mary, Mother of God, of blessed Michael the Archangel, of the holy apostles Peter and Paul, and all the saints, and with the assurance in the sacred power of our ministry, we steadfastly proceed with the task of expelling the molestations of the devil's fraud. God arises, his enemies are scattered, and those who hate him flee before him. As smoke is driven away, so are they driven. As wax melts before the fire, so the wicked perish at the presence of the Lord. വിശുദ്ധ കുരിശെടുത്ത് എന്നോടൊപ്പം ആവർത്തിക്കുമല്ലോ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാ ഗോത്രത്തിലെ സിംഹവും, യൂദാ ഗോത്രത്തിലെ സിംഹവും, ദാവീദിന്റെ വേരുമായവൻ, ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. We drive you from us, whoever you may be, unclean spirits, spirits of death, infirmity, despair, confusion, division, anxiety, fear, anger, hatred, lust, sloth, and pride, all satanic powers, all infernal invaders, all wicked legions, assemblies, and sects, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ, in the name and by the power of our Lord Jesus Christ, most cunning serpent, the most high God commands you, God the Son commands you, God the Holy Ghost commands you, Christ, God's word made flesh, commands you. The sacred sign of the cross commands you. The glorious Mother of God, the Virgin Mary, commands you. The faith of the holy apostles Peter and Paul, and of all the apostles, commands you. The blood of martyrs and the pious intercession of all the saints commands you. Thus cursed dragon and you diabolic legions, we adjure you by the power of the living God, by the true God, by the holy God,
by the God who so loved the world that he gave up his only Son, that every soul believe in him might not perish but have eternal life. Stop deceiving human creatures and pouring out to them the poison of eternal damnation. Stop harming the church and hindering her liberty. കഴിഞ്ഞ ദിവസം ഏറ്റുപറഞ്ഞ ആ ലാറ്റിൻ വാക്കുകൾ, വാഡേ സാറ്റാന എന്ന് പറയുന്ന വാക്ക് പരിശുദ്ധമായ സഭയോട് ചേർന്ന് നാം ആവർത്തിക്കുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം, ദുഷ്ടപിശാചെ, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് നീ പുറത്തു പോവുക എന്നുള്ളതാണ്. ധൂപമർപ്പിച്ച് മണികൾ മുഴക്കി ഈ പ്രാർത്ഥന 12 ആവർത്തി ദൈവമക്കൾ ഒരുമിച്ച് ആവർത്തിക്കുന്നു. വിശുദ്ധ കുരിശുള്ളവർ അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ. വാദേ സാറ്റാന, വാദേ സാത്താന, 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 വാദേ സാറ്റാന. വാദേ സാത്താന. Give place to the only one, Catholic and Apostolic Church, acquired by Christ at the price of his blood. Stoop beneath all powerful hand of God. Tremble and flee when we invoke the holy and terrible name of Jesus. This name which causes hell to tremble. This name to which the virtues, powers and dominions of heaven are humbly submissive. This name which the cherubim and seraphim praise unceasingly, repeating, Holy, holy, holy is the Lord, the God of armies. കർത്താവിലേക്ക് നമുക്ക് സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയമുള്ളവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ, ദൈവ കരുണയുടെ കരം വെളിപ്പെടാൻ, തിന്മയുടെ എല്ലാ ദൂതന്മാരിൽ നിന്നും ദൈവമക്കൾ സംരക്ഷിക്കപ്പെടാൻ, പ്രകൃതിയിൽ ആഞ്ഞടിക്കുന്ന വിപരീതമായ ശക്തികളിൽ നിന്ന് പ്രപഞ്ചത്തിലെ ദൈവമക്കൾ രക്ഷപ്പെടാൻ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ കർത്താവേ. ഓ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ദൈവമക്കളെ വിടുവിക്കണമേ കർത്താവേ. ഓ കർത്താവിന്റെ മക്കളെ വിടുവിക്കണമേ, പീഠകളിൽ നിന്ന് ദൈവമക്കളെ വിടുവിക്കണമേ, ദൈവശക്തി വെളിപ്പെടുത്തണമേ. ഓ ആകാശം ചായച്ച് ദൈവമക്കളെ വിടുവിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും, നമ്മൾ വിജയം നേടിയിടും. അന്ത്യം വരെയും പൊരുതിയിടാൻ, ജീവൻ ബലിയാ നൽകിയിടാൻ ബലം പകർന്നിടും, നമ്മിൽ ശക്തി പകർന്നിടും. മാതാവിൻ്റെ മധ്യസ്ഥം ദൂതഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. സാത്താൻ കെട്ടും കോട്ടകളും അവൻ്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. സാത്താൻ കെട്ടും കോട്ടകളും അവൻ്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. തമ്പുരാനേ, 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 തമ്പുരാനേ.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം തിരുവചനം. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന ദാനിയേലിൻ്റെ വിലാപ സങ്കീർത്തനം ആവർത്തിച്ച് ഈശോയുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി ആചാരം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ്റെ ദൈവമേ കരുണാനിധേ, നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ. കർത്താവേ ശ്രവിക്കണമേ, എൻ്റെ പ്രാർത്ഥനകൾ നിന്റെ മുൻപിലെത്താ. വഴിമുടക്കും തിന്മയെ അകറ്റൂ. മുഖ്യദൂതനാ മിഖായേലിനൊപ്പം 21-ാം നാൾ ആർത്തുപാടും. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, എൻ്റെ ജീവൻ്റെ കാരണമേ. ആരാധന ആരാധന എൻ്റെ അഭയശിലയെ